ഹലോ, നമ്മളേ ബാത്തിൽ വന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെയാണിത്. ആദ്യത്തെ ദിവസം നമ്മൾ രാവിലെ കുറച്ച് കറങ്ങാൻ പോയി. ഗ്രേറ്റ് ബാത്ത്, റോമൻ ബാത്ത് കണ്ടു. പിന്നെ ബാത്ത് അബ്ബി ചർച്ച് കണ്ടു. പിന്നെ കുറച്ച് നേരം സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ഒരു കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്ത് ഒരു അരമണിക്കൂർ കിടന്ന് ഉറങ്ങി വീട്ടിലൊക്കെ ഫോൺ ചെയ്തതിന് ശേഷം നമ്മൾ വൈകിട്ട് 4 മണി 4:15 ഇപ്പോൾ സമയം. ഈ സമയത്ത് നമ്മൾ വീണ്ടും ഒന്ന് പുറത്തേക്ക് പോവുക, എന്തൊക്കെയാണ് ഇനിയുള്ള കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഓൾറെഡി ഇരുട്ടായി തുടങ്ങി, ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. എന്നാലും എന്താണ് ഇനി ഈ ഹോട്ടലിനടുത്തുള്ള വേറെ എന്തൊക്കെ അട്രാക്ഷൻസ് കാണാനുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ, അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തൊരു കൊച്ചിനുണ്ടാണ് ഞാൻ പോകുന്നത്. മഴയത്തൊക്കെ നനഞ്ഞു കിടക്കുന്ന ബാത്തിൻ്റെ തെരുവിലൂടെ നമ്മൾ നടക്കുവാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബാത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയാണ്. അപ്പോൾ നമ്മൾ ബാത്തിൽ സെൻട്രലൊരു റൂം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തേക്കും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ കാറ് പാർക്കിങ്ങിൽ ഇട്ടിട്ട് നടന്നു പോവുകയാണ് അങ്ങോട്ടേക്ക്. സമയം ഇപ്പോൾ 4:30 ആയിട്ടുള്ളൂ. പക്ഷേ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. സജീവമാണ് തെരുവ് ഇപ്പോഴും. ഇഷ്ടംപോലെ ആളുകളുണ്ട്. എല്ലാവരും ജോലി കഴിഞ്ഞും വീട്ടിലേക്കൊക്കെ മടങ്ങുന്ന ആൾക്കാരാണ് കൂടുതലും. എന്തായാലും സിറ്റി ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാണ്. നമ്മളെന്തായാലും ഇങ്ങനെ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസിൻ്റെയൊക്കെ ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും സെയിലിൻ്റെയൊക്കെ കുറേ ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും എല്ലാം ഭയങ്കര സജീവമാണ്, ആളുകളുണ്ട്, നല്ല തിരക്കുകളുണ്ട്. ചുമ്മാ ഇതിലൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ്. ഇന്ത്യൻ ഫുഡ്, ഇറ്റാലിയൻ ഫുഡ്, ചൈനീസ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ അടിച്ച് ഈ തണുപ്പത്ത് ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. 4 മിനിറ്റ് നടത്തുമ്പോഴത്തേക്കും നമ്മൾ എത്തിയത് സ്ഥലമാണിത്. ഇത് നമ്മൾ ബാത്തൊക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണുന്ന ഒരു ബ്രിഡ്ജാണിത്. എന്താ പേര്? പൂൾട്ടണി ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. അതിൽ വെള്ളം ഒഴുകുന്നുണ്ടോ, അതാണ് അതിൻ്റെ പ്രത്യേകത. തട്ടായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടോ. ഇതൊരു മെയിൻ അട്രാക്ഷനാണ്. ഇവിടുത്തെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. മഴയായതുകൊണ്ട് ഇരുട്ടൊക്കെ ആയതുകൊണ്ടും ആളുകൾ ഭയങ്കര കുറവാണ്. പക്ഷെ നല്ല ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ബ്രിഡ്ജും ഈ വെള്ളവും ആ കാണുന്ന ബ്രിഡ്ജ് കാണാനൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗി. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ ബ്രിഡ്ജാണ് പുൾട്ടണി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതുണ്ടോ, ടൂത്ത് ബസ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ആളുകളൊക്കെ ഈ അട്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതായിരിക്കും. അവിടെ കുറച്ച് ബോട്ടുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ സജീവമായി ബോട്ടിംഗ് ഒക്കെ ഇവിടെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഇപ്പം നിലവിലൊന്നുമില്ല. നമ്മൾ നടന്നു വന്നത് ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ആളുകളൊക്കെ കുടയൊക്കെ ചൂടി നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളത്തിൻ്റെ. ബ്രിഡ്ജും വെള്ളവും തോടൊക്കെ കണ്ടിട്ട് നമ്മൾ ആ തെരുവിലൂടെ വീണ്ടും നടക്കുകയാണ്. സജീവമായ ഒരു തെരുവ്. കടകളെല്ലാം ഓപ്പണാണ്. എല്ലായിടത്തും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മഴയൊന്നും ആരെയും ബാധിച്ചിട്ടില്ല. ഇഷ്ടംപോലെ ആളുകൾ ജാക്കറ്റും കുടയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കും ഒരു പ്രത്യേക വൈബും ഫീലൊക്കെ തോന്നിയാണ് ഞങ്ങളും കുറച്ച് നേരം നടക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളങ്ങനെ ആ തെരുവിലൂടെ നടക്കുകയാണ്. നമ്മൾ നടന്നിങ്ങനെ വന്നപ്പോഴാണ് റിവർ സൈഡ് വാക്ക് എന്ന് പറഞ്ഞ് കണ്ടത്. ഒന്ന് താഴത്തേക്ക് ഇറങ്ങി നോക്കാമെന്ന് തീരുമാനിച്ചു. സ്റ്റെപ്പുകളാണ് താഴത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. താഴത്തേക്ക് നമ്മൾ ഇറങ്ങി വന്നപ്പോൾ വ്യൂ ഇതാണ്. ഈ റിവറിൻ്റെ സൈഡിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് വേ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. കാരണം വെച്ചാൽ ഒന്നാമത് ഇരുട്ടായി തുടങ്ങി, പിന്നെ നിറയെ വെള്ളമൊക്കെ കണ്ടു. നമ്മൾ മേളിൽ നിന്ന് എടുത്ത ആ
റിവറിൻ്റെ വ്യൂ ആണ് ഈ സൈഡിൽ വന്നിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ നിറയെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഫിഷ് ആൻഡ് ചിപ്സിനൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് ഒന്നും ട്രൈ ചെയ്യുന്നില്ല. നമ്മൾ നേരെ ആ തെരുവിലേക്കാണ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കൂടി കിട്ടി. അടിപൊളി. നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ബാത്ത് മാർക്കറ്റാണ്. ഇവിടെ ഒരു കടയുടെ ബോർഡ് വെച്ചിട്ടുണ്ടോ, 1888 ഒരു ഷോപ്പിൻ്റെ പരസ്യം വെച്ചിരിക്കുന്നത്. അപ്പം മുതലുള്ള അതിനു മുമ്പേ ഉള്ളതാണ് ഈ മാർക്കറ്റ്. ഷോപ്പുകളൊക്കെ ഏറെക്കുറെ അടച്ചു തുടങ്ങി. ഇത് ഏറ്റവും ഓൾഡസ്റ്റ് മാർക്കറ്റാണ്. അതായത് പണ്ട് ഒരു കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഷോപ്പിംഗ് മാൾ പോലെ തന്നെ ഒരുപാട് ഷോപ്സ്. അതിങ്ങനെ ഒരു ബിൽഡിങ്ങിനകത്ത് ഷോപ്പിംഗ് മാൾ തന്നെ. പക്ഷേ ഫസ്റ്റത്തെ രൂപം ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പോലെ ക്ലോസ്ഡ് ഷോപ്സ് അല്ല, ഇതെല്ലാം ഓപ്പൺ ഷോപ്സാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ സ്ഥലത്തേക്കുള്ള ദൂരം. വളരെ അടുത്താണ്. എഡിൻബറോ 356, ബർമിംഗ്ഹാം 109, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കുള്ള ഒരു ദൂരം ഇവിടെ വെച്ചിട്ടുണ്ട്. കാർഡിഫ് 56 മൈൽ. കാർഡിഫൊക്കെയാണ് കുറച്ച് അടുത്തുള്ള സ്ഥലം. ബാത്തബയിലേക്കാണ് 2 മിനിറ്റ്സ് പോയാൽ മതി. ഇതൊരു കോഫിയുടെ ഷോപ്പാണ്. പണ്ട് എങ്ങനെയായിരുന്നു ഈ ഷോപ്പുകളൊക്കെ ഇരുന്നത് അതേപോലെ തന്നെയാണ് അവരിപ്പോഴും ആ ഷോപ്പുകൾ നടത്തുന്നത്. നല്ല എന്താ പറയുക, ഒരു പ്രൗഢിയൊക്കെ ഫീൽ ചെയ്യുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ, മൂണിലേക്കുള്ള ദൂരം ഇവിടുന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആരോ കൊടുത്തേക്കണുണ്ടോ റോക്കറ്റ് മേളിലോട്ട് പോകുന്നത്. ഇതൊരു കോഫി ബാറാണ്. സ്വീറ്റ്സും ചോക്ലേറ്റ്സുള്ള കടയായിരുന്നു. അവരടച്ചു തുടങ്ങി. ബാഗ് തൊപ്പികളൊക്കെ ഉള്ള ഷോപ്പുകൾ അതും അടച്ചു തുടങ്ങി. അങ്ങനെ ഒരു ജ്വല്ലറി ഷോപ്പ്. നമ്മൾ സാധാരണ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെ തന്നെ എല്ലാ കടകളും ഉണ്ട്. പക്ഷേ എല്ലാം ഒരു പ്രാചീനമായ രീതിയിൽ, അതായത് അത്രയും 1800-കളിൽ ഉണ്ടായ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളങ്ങനെ ഷോപ്പുകളൊക്കെ അടച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. പുറത്തേക്ക് പോവുകയാണ്. ഒരു കണ്ണാടി കണ്ട് അവിടെ സ്ട്രക്കായി പോകും. ഇത് ബാത്തിൻ്റെ ഈ മാർക്കറ്റിലേക്കുള്ള വേറൊരു എൻട്രൻസാണ്. നമ്മൾ അപ്പർ എൻട്രൻസിലൂടെയാണ് കയറിയത്. ഈ എൻട്രൻസിലൂടെ ഇറങ്ങുവാണ്. അപ്പോൾ 2 തെരുവുകളിൽ നിന്നും കയറാനും ഇറങ്ങാനുള്ള ഓപ്ഷനുള്ള ഒരു മാർക്കറ്റാണിത്. ആ ബിൽഡിംഗ് കണ്ടോ, ചെറിയ ചെറിയ ലൈറ്റ് ഇട്ട് തിളങ്ങുവാണ്. ആ പള്ളിയുടെ വശം കണ്ടോ, അവിടെ ലൈറ്റ് ഇട്ടേക്കണത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇപ്പറേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മൾ രാവിലെ കണ്ട ബിൽഡിങ്ങുകളൊക്കെയാണിത്. നമ്മൾ രാവിലെ ഇവിടെ വന്നിരുന്നു. വളരെ വീതി കുറഞ്ഞ വഴിയാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് റോഡാണോ നമുക്ക് നടക്കാനുള്ള വഴിയാണെന്നൊക്കെ. നമ്മളറിയാതെ ക്രോസ് ചെയ്ത് പോകും. വണ്ടി വരുന്നൊന്നും അറിയത്ത് പോലുമില്ല. മാത്രമല്ല പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകിച്ച് സിഗ്നൽസ് ഒന്നുമില്ല. നമ്മൾ വണ്ടികൾ നോക്കി കിടക്കാമെന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ചെയ്യാൻ പറ്റാവുന്ന കാര്യം. അപ്പോൾ ഈ നമ്മൾ പകൽ നടന്ന കുറേ വഴികളൊക്കെ തന്നെയാണിത്. രാത്രി ഇതിലൂടെ നടക്കുമ്പോൾ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ പ്രത്യേക ഭംഗി കാണാനായിട്ട്. നമ്മളൊരു 10 മിനിറ്റ് നടന്ന് എത്തിയ സ്ഥലമാണ് ഇത്. ബാത്തിലെ സർക്കസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് ഒരു റൗണ്ടിൽ ആണ് ഈ വലിയ മരം നിൽക്കുന്ന റൗണ്ടിലാണ്. എന്നിട്ട് ആ റൗണ്ടിന് ചുറ്റും ബിൽഡിംഗ് ആയിട്ടുള്ള സ്ഥലം. ഇതിനെ സർക്കസ് എന്നാണ് പറയുന്നത്. നൈറ്റ് ആയതുകൊണ്ട് വ്യൂ ഒന്നും അത്ര കറക്റ്റല്ല, പക്ഷെ ഒരു നൈസ് സ്ഥലമാണ്. ബിൽഡിങ്ങുകളെല്ലാം ഒരു എന്താ പറയുക, വളഞ്ഞ രീതിയിലാണ് ബിൽഡിങ്ങുകളെല്ലാം ഇരിക്കുന്നത്. കാരണം ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ, അതന്നെ ഒരു സർക്കിൾ പോലെയാണ്. അപ്പം റൗണ്ട് ഷേപ്പിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് എല്ലാ ബിൽഡിങ്ങുകളും ഒരു സർക്കിൾ ഷേപ്പിൽ വേണമെന്നിട്ട് ഈ നിൽക്കുന്ന റൗണ്ട്, അതിന് ചുറ്റും റൗണ്ടിലൊരു റോഡ്, അതിന് ചുറ്റും റൗണ്ടിൽ ബിൽഡിങ്ങുകൾ. നേരത്തെ നമ്മൾ കണ്ട ആ സർക്കിളിൻ്റെ അവിടെ നിന്ന്, ആ ബാത്ത് സർക്കസ് എന്ന് പറയുന്ന ആ സർക്കിളിൻ്റെ അവിടെ നിന്ന് ഒരു 3 മിനിറ്റ് നടന്ന് കഴിയുമ്പോൾ നമ്മളെത്തുന്ന സ്ഥലമാണ് റോയൽ ക്രസൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഒരു സി ഷേപ്പിലുള്ള ബിൽഡിംഗ് ആണ്. ഇതെനിക്ക് തോന്നുന്നു അപ്പാർട്ട്മെൻറ്റും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, പക്ഷെ ഒരു സി ഷേപ്പിലുള്ള ബിൽഡിങ്.
അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ഒരു 2-3 മിനിറ്റ് കൂടി നടന്നാൽ മതിയായിരുന്നു. അവിടെ എത്തി കണ്ടു. നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വ്യൂ നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഒരു നൈസ് സ്ഥലമായിരുന്നു കേട്ടോ. ഈ റോയൽ ക്രിസൻ്റെ ഫ്രണ്ടിൽ ഒരു പാർക്കും ഗാർഡനൊക്കെ ഉണ്ട്. ആളുകൾ ഇപ്പോഴും ഇതിലൂടെ നടക്കാനും ഓടാനും പട്ടികളും കൊണ്ടൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. കാരണം സമയം ഒരുപാടൊന്നും ആയിട്ടില്ല, 6 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ആളുകളിങ്ങനെ നടക്കാൻ വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. വിൻ്റർ ആയതുകൊണ്ടുള്ള ഇരുട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ച് നേരം ഞങ്ങളങ്ങനെ ആ ടൗണിൽ കൂടെയൊക്കെ നടന്നിട്ട് മഴയൊക്കെ കൊണ്ട് ലൈറ്റുകളൊക്കെ കണ്ട് പ്രൗഢഗംഭീരമായ ബിൽഡിങ്ങുകളൊക്കെ നോക്കി നടന്ന് ഒരു 2 മണിക്കൂറൊക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി. ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ്. ഇനി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത ഏതെങ്കിലും ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങി അവിടെ പോയി ഫുഡ് കഴിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ദിവസത്തെ 2ാമത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.